ഹായ് ഗൈസ്, ഈ ആഴ്ച പുറത്തിറങ്ങാൻ പോകുന്ന എൻ്റെ ഈ വർഷത്തിലെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിനെ കുറിച്ചുള്ള എനിക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്, ബീസ്റ്റ് ഓഫ് റീഇൻകാർണേഷൻ. പോക്കിമോൻ ഗെയിമുകളുടെ ഡെവലപ്പർമാരായ ഗെയിം ഫ്രീക്കിൻ്റെ ആദ്യത്തെ AAA ആക്ഷൻ RPG ആണ് ബീസ്റ്റ് ഓഫ് റീഇൻകാർണേഷൻ. ഈ ഗെയിം പബ്ലിഷ് ചെയ്യുന്നത് ഫിക്ഷൻസ് ആണ്. ആഗസ്റ്റ് 4-ന് PC-യിലും Xbox Series S and Xലും അതുപോലെ PS5ലും ഈ ഗെയിം റിലീസ് ചെയ്യും. ഈ കഥയുടെ പശ്ചാത്തലം 2000 വർഷങ്ങൾക്ക് ശേഷമുള്ള, അതായത് 4026-ലെ പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് ജപ്പാനാണ്. ബ്ലൈറ്റ് എന്നു പേരുള്ള ഒരു പ്രത്യേകതരം അവസ്ഥ ബാധിച്ചിട്ടുള്ള ജപ്പാൻ. അതായത് ബ്ലൈറ്റ് ബാധിച്ചിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറയും അതുപോലെ വനങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് നഗരങ്ങളെയും അതുപോലെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിനെയും എല്ലാം ആക്രമിച്ച് ഇല്ലാതാക്കിയ ഒരവസ്ഥ. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളെയും ഈ ബ്ലൈറ്റ് ആക്രമിക്കുന്നുണ്ട്, അഥവാ അഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്ലൈറ്റ് ബോൺ ആയി തീർന്ന എല്ലാ ജീവികളും കൂടുതൽ വലുതാവുകയും മോൺസ്ട്രസ് ആവുകയും അവ മറ്റുള്ളവരെ ആക്രമിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ബ്ലൈറ്റ് ബോൺ ആയ ഒരു ക്യാരക്ടറാണ് നമ്മുടെ പ്ലേയബിൾ ക്യാരക്ടർ എമ്മ. ഒരു 18 വയസ്സുകാരിയായ ക്യാരക്ടർ. അവൾക്ക് കൂട്ടാളിയായി ഒരു കൂ എന്നു പേരുള്ള ഇതേപോലെ ബ്ലൈറ്റ് ബാധിച്ച ഒരു നായ കൂടിയുണ്ട്. അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കഥ കൂടിയാണത്. ഇവർക്ക് രണ്ടുപേർക്കും ബ്ലൈറ്റ് ബാധിച്ചെങ്കിലും മറ്റുള്ള ജീവജാലങ്ങളെ പോലെ അവർ മോൺസ്ട്രസ് ആയി മാറുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ തമ്മിലുള്ള ബന്ധമാണ് എന്ന് കരുതുന്നു. ഡെവലപ്പർമാർ തന്നെ ഈ ഗെയിമിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് ജപ്പാനിലൂടെയുള്ള ഒരു റോഡ് മൂവി പോലെയാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ യാത്ര എന്നാണ്. ഇതുപോലെ ഉള്ള ഈ ബ്ലൈറ്റ് ലോകത്തെ ആക്രമിക്കാനുള്ള കാരണം, ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം ബീസ്റ്റ് ഓഫ് റീഇൻകാർണേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുരാതന മോൺസ്റ്ററാണ്. ഈ മോൺസ്റ്ററിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എമ്മയുടെയും കുവിൻ്റെയും ദൗത്യം. അത് പക്ഷേ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള വലിയ ബ്ലൈറ്റ് ബോസുകളായ നുഷികളെ തോൽപ്പിച്ച് അവയുടെ ശക്തികൾ എമ്മ സ്വന്തം ശരീരത്തിൽ ആവാഹിക്കണം. അതാണ് എമ്മയുടെ മറ്റൊരു പ്രത്യേകത. എമ്മ ഒരു ബ്ലൈറ്റ് ബോൺ ആണെങ്കിലും ഈ ബ്ലൈറ്റിനാൽ ധാരാളം സൂപ്പർ നാച്ചുറൽ പവറുകൾ എമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതാണ്: എമ്മ ഒരു സീലറാണ്. മറ്റുള്ള മോൺസ്റ്ററുകളെ കൊന്നൊടുക്കിയതിനു ശേഷം അവയുടെ ബ്ലൈറ്റ് തന്നിലേക്ക് ആവാഹിക്കാൻ ഉള്ള കഴിവ് എമ്മയ്ക്കുണ്ട്. ഈ കഴിവ് മൂലം എമ്മയ്ക്ക് തൻ്റെ ശക്തികളെ കൂട്ടാനും അതുപോലെ തന്നെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കും. അതുകൂടാതെ എമ്മയുടെ ഹെയർ തന്നെ ഒരുതരം ഫ്ലോറയാണെന്ന് പറയാം. ഇതുപയോഗിച്ച് വേഗത്തിൽ സഞ്ചരിക്കാനും വായുവിലൂടെ സഞ്ചരിക്കാനും ഒക്കെ എമ്മയ്ക്ക് സാധിക്കും. ഇങ്ങനെ ഈ മാരകമായ ബ്ലൈറ്റ് വൈറസ് ബാധിച്ച ലോകത്ത് അതിജീവനത്തിനായി പോരാടുന്ന എമ്മയുടെയും നായയുടെയും കഥയാണ് ഈ ബീസ്റ്റ് ഓഫ് റീഇൻകാർണേഷൻ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ബീസ്റ്റ് ബോസുകൾ, അതായത് കൊളോസൽ ബോസുകൾ, അവയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളികൾ. അവയെ തോൽപ്പിക്കുകയാണ് എമ്മയുടെയും കൂവിന്റെയും ആദ്യത്തെ ലക്ഷ്യം. ഇങ്ങനെയുള്ള ഈ ബീസ്റ്റ് ബോസുകളാവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയിലുള്ള വന്യമൃഗങ്ങൾ ബ്ലൈറ്റിനാൽ വലുതാവുകയും കൂടുതൽ ശക്തി ആർജിക്കുകയും ചെയ്തവയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ഗെയിമിലെ NPCകളെ കുറിച്ചാണ്. ബീസ്റ്റ് ഓഫ് റീഇൻകാർണേഷനിൽ മറ്റുള്ള മനുഷ്യരുണ്ട്. ഇതിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് എമ്മയെ പോലെ ബ്ലൈറ്റ് ബോൺ ആയവർ. അവരാവട്ടെ ശരിക്കും മോൺസ്റ്റേഴ്സിനെ പോലെ തന്നെയാണ്. മറ്റൊരു വിഭാഗം, അവർ തങ്ങളുടെ ബോധത്തെ മൊത്തം റോബോട്ടുകളിലേക്ക് മാറ്റി ബ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ഈ റോബോട്ടുകളെ ഗൊലം എന്നാണ് വിളിക്കുന്നത്. ഈ ഗൊലവും എമ്മയെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാരണം, എമ്മയും ബ്ലൈറ്റ് ബോൺ ആണ്. അതുകൂടാതെ അവളുടെ ഈ വൈറസ് തങ്ങളുടെ ഈ മെക്കാനിക്കൽ സിറ്റികളെ ബാധിപ്പിക്കാൻ അവൾ ശ്രമിക്കുമോ എന്നുള്ള പേടി, അതുകൂടാതെ തന്നെ ബ്ലൈറ്റ് ബാധിച്ച ഒരു നായയുമായുള്ള കൂട്ടുകെട്ട്, ഇതെല്ലാം ഔട്ട്കാസ്റ്റ് ആക്കി മാറ്റാൻ ഉള്ള കാരണങ്ങളാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എപ്പോൾ ഈ ഗൊലത്തെ കണ്ടു കഴിഞ്ഞാലും ഒരു കാര്യം ഓർത്തുകൊള്ളുക: അവർ ഫ്രണ്ട്സ് അല്ല, നേരെ മറിച്ച് എനിമികളാണ്. എപ്പോഴും എമ്മയെ ഇല്ലാതാക്കാൻ ഈ ഗൊലങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ഗെയിമിന്റെ കോംബാറ്റ് രീതിയെ കുറിച്ച് പറയാം. ബീസ്റ്റ് ഓഫ് റീഇൻകാർണേഷനിലെ കോംബാറ്റ് 2 ടൈപ്പിലുണ്ട്. ഒന്ന് റിയൽ ടൈം സോഡ് ഫൈറ്റിംഗ് കോംബാറ്റ്. അതാണ് എമ്മയുടെ പ്രധാനപ്പെട്ട പോരാട്ട രീതി. അതുകൂടാതെ ബ്ലൈറ്റ് വൈറസിൽ നിന്ന് ലഭിച്ച പല കഴിവുകളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏരിയൽ കോംബാറ്റ്, എയർ ഡാഷിംഗ്, അതുപോലുള്ള പലതും ചെയ്യാൻ എമ്മയ്ക്ക് സാധിക്കും. ഇതുകൂടാതെ ശത്രുക്കളുടെ ആക്രമണത്തെ കൃത്യസമയത്ത് തടുത്ത് പ്രത്യാക്രമണം നടത്തുന്ന പാരിയിങ്. ഈ പാരിയിങ് ചെയ്യുമ്പോൾ എമ്മയ്ക്ക് ഫോക്കസ് പോയിന്റുകൾ ലഭിക്കും. ഈ ഫോക്കസ് പോയിന്റുകൾ ഉപയോഗിച്ച് കൂവിന് നിർദ്ദേശങ്ങൾ നൽകി കൂവിനെ കൊണ്ട് ആക്രമണങ്ങൾ നടത്തിക്കാനും നമുക്ക് സാധിക്കും. ഈ രീതിയിൽ കൂവിന്റെ ആക്രമണം വരുമ്പോൾ
ഗെയിം ഒരു പ്രത്യേക തരം ടേൺ ബേസ്ഡ് ശൈലിയിലേക്ക് മാറുന്നു എന്ന് പറയാം. പൂർണ്ണമായും ഒരു ടേൺ ബേസ്ഡ് കോമ്പാറ്റ് അല്ല, നേരെ മറിച്ച് ടൈമിംഗ് കുറച്ച് ഫ്രീസ് ചെയ്യപ്പെടുകയും ആ സമയത്ത് ക്യൂവിന് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിക്കൽ ശൈലിയിലുള്ള ഒരു ടേൺ ബേസ്ഡ് കോമ്പാറ്റ്. ഇങ്ങനെ റിയൽ ടൈമും ടേൺ ബേസ്ഡും ഒത്തുചേർന്ന ഒരു യുണീക്ക് കോമ്പാറ്റ് ശൈലിയാണ് ഈ ഗെയിമിലുള്ളത്. അതുപോലെ ഇതിലെ പാരിങ് സിസ്റ്റം സെക്കീറോ പോലുള്ള ഗെയിമുകളുമായി വളരെയധികം സാമ്യമുള്ളതാണ്. എന്ന് വെച്ച് ഗെയിം ഒരു സോൾസ് ലൈക്ക് ഗെയിം പോലെയൊന്നുമല്ല. സോൾസ് ലൈക്ക് ഗെയിമിലെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ സെക്കീറോ സ്റ്റൈൽ പാരി സിസ്റ്റം ഉണ്ട്, അതുപോലെ ഡൗൺ ഗേജ് മെക്കാനിക് ഉണ്ട്, സ്റ്റാമിന ബാർ അതുപോലുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ ബോസ് ഫൈറ്റ് ഒക്കെ വളരെ കഠിനം തന്നെയായിരിക്കും. പക്ഷേ ഒരു പുതിയ ഗെയിമർമാർക്ക് വരെ പ്രശ്നമില്ലാത്ത വിധത്തിലാക്കാൻ ഇതിൽ 3 ഡിഫിക്കൽറ്റി മോഡുകളുണ്ട്. ഈസി മോഡ് അഥവാ സ്റ്റോറി മോഡ്, പിന്നെ നോർമൽ മോഡ്, അതുപോലെ ഹാർഡ് മോഡ്. അതുകൂടാതെ ഒരു അറ്റ്മോസ്ഫിയർ ഉപയോഗിച്ച് കഥ പറയുന്ന രീതി, അത് സോൾസ് ലൈക്ക് ഗെയിമുകളിലുള്ളതാണ്. ആ ഒരു രീതിയും ഈ ഗെയിമിലുണ്ട്. പക്ഷേ സോൾസ് ലൈക്ക് ഗെയിമിൽ നിന്ന് വ്യത്യസ്തമായി ഡെത്ത് സംഭവിക്കുമ്പോൾ പോയിന്റുകൾ നഷ്ടപ്പെടുകയോ അതുപോലെ ഇൻവെന്ററി ഐറ്റം നഷ്ടപ്പെടുകയോ അതുപോലുള്ള പെനാൽറ്റികളൊന്നും ഈ ഗെയിമിലില്ല. അതുകൂടാതെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അതുവരയ്ക്ക് കൊന്നൊടുക്കിയ എനിമികൾ റീസ്പോൺ ചെയ്യുന്ന പ്രത്യേകതയും ഈ ഗെയിമിലില്ല. ഇനി പറയാനുള്ളത് ഗെയിമിന്റെ വേൾഡിനെ കുറിച്ചാണ്. ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിം ഒന്നുമല്ല, പക്ഷേ ചെറിയ ചെറിയ സ്പേസുകൾ ഉൾച്ചേർന്ന ഗെയിമുകളാണ്. ആ സ്പേസിൽ നമുക്ക് യാത്രാ സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു വാൾക്കർ എന്നു പേരുള്ള ഒരു പ്രത്യേക തരം റോബോട്ടിക് വാഹനമുണ്ട്. ഏകദേശം 30 മണിക്കൂറുകളോളാണ് ഇതിന്റെ മെയിൻ സ്റ്റോറിയുടെ സമയം എന്നാണ് ഡെവലപ്പർമാർ പറയുന്നത്. എന്തായാലും വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നാളെ ഈ ഗെയിം റിലീസ് ചെയ്യുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു പ്രീ പർച്ചേസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇന്നത്തെ കാലത്ത് ഒരു ഗെയിം കമ്പനിയും വിശ്വസിക്കാൻ പറ്റില്ല. കൂടാതെ അവർ റിവ്യൂകളെല്ലാം റിലീസിങ് കഴിയുന്നത് വരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതും ഒരു ചെറിയ സസ്പിഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ബീസ്റ്റ് ഓഫ് റീഇൻകാർണേഷൻ അതിന്റെ ട്രെയിലറുകളിലും ഗെയിം പ്ലേകളിലും ഒക്കെ കാണുന്നത് പോലെ ഡെലിവർ ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.